ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അന്ന് എനിക്ക് കോഴിക്കോട് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി നല്ല ഒഫീഷ്യൽ ഡ്രസ് കോഡിൽ ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇട്ട്, ടൈ മാത്രം കെട്ടിയിട്ടില്ല എന്നുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും നമ്മുടെ ഒഫീഷ്യൽ ഡ്രസ് കോഡിലാണ് ഇൻഷേഡൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ കെട്ടി കുട്ടപ്പനായി ഷൂ ഒക്കെ ഇട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിച്ചത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ 30 രൂപയാണ് ടിക്കറ്റ്. 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു ട്രെയിനിൽ പോകാൻ കേട്ടോ. എന്നിട്ട് ടിക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പോൾ എനിക്കൊരു കോള് വരികയാണ്. ഞാൻ ആരെയാണോ അന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അയാളാണ് ഫോൺ എന്നെ വിളിച്ചത്. അയാൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു: നജീം, എൻ്റെ കുടുംബത്തിൽ ഒരു അപ്രതീക്ഷിതം ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് സോറി, നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല, നാളെ മീറ്റ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, നോ പ്രോബ്ലം, ഞാൻ നാളെ വരാം, അല്ലെങ്കിൽ നമുക്ക് പിന്നൊരു ദിവസം കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് ഞാൻ ആ യാത്ര റദ്ദാക്കി. ഞാൻ പിന്നെ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ചിന്തിച്ചു, ടിക്കറ്റ് എടുത്ത് വേസ്റ്റായി പോയല്ലോ, 30 രൂപ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്താലൊരു പ്രശ്നമുണ്ട്. അവർ കൂടിപ്പോയി ഒരു 5 രൂപ മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. 25 റുപ്പീസോളം ക്യാൻസലേഷൻ ചാർജും മറ്റുമായിട്ടൊക്കെ പോകും. അതേസമയം കൗണ്ടറിൽ ക്യൂ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരുപാട് പേര് കോഴിക്കോട്ടേക്കും മറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, ചേട്ടാ, എൻ്റെ കയ്യിൽ കോഴിക്കോട്ടേക്ക് പോകാനൊരു ടിക്കറ്റ് ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട്ടേക്ക് പോകുന്ന ആളുകളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേര് കൈപൊക്കി, ഞങ്ങൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നതെന്ന് കൈപൊക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ടിക്കറ്റ് ഞാൻ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി എടുത്ത ടിക്കറ്റാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ യാത്ര ക്യാൻസൽ ആക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ടിക്കറ്റ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങൾ 30 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പല ആളുകളും എന്നെ ഒരുമാതിരി ഒരു സംശയ ദൃഷ്ടിയോട് കൂടിയാണ് നോക്കുന്നത്. അത് ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞ പോലെ എന്നെ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ നോക്കുന്നത്? ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കോളൂ, നിങ്ങൾ എന്തായാലും കൗണ്ടറിൽ 30 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിക്കണം. ആ 30 രൂപ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ടിക്കറ്റ് നിങ്ങൾക്ക് തരാം, ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആരും അതിന് തയ്യാറാവുന്നില്ല. എല്ലാവരും എന്നെ ഒരുമാതിരി ഒരു കള്ളനെ നോക്കുന്ന പോലെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, ഈ ടിക്കറ്റ് ഒറിജിനലാണെന്ന് എന്താ ഉറപ്പ് എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇത് ഒറിജിനൽ ടിക്കറ്റാണ്. 2 മിനിറ്റ് മുമ്പ് ഞാൻ ഈ കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ പല തട്ടിപ്പുകളും ഉണ്ടാവാറുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 2-3 ആൾക്കാരത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരാൾ വാങ്ങാൻ തയ്യാറായപ്പോൾ അയാൾ പറഞ്ഞു, എന്നിട്ട് തന്നെ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എന്നോട് സംസാരിച്ച ആൾ അയാളോട് പറയുകയാണ് സ്വകാര്യമായിട്ട്, അതേ സൂക്ഷിക്കണം കേട്ടോ, ഇപ്പോൾ പല തട്ടിപ്പുള്ളതാണ്, ചിലപ്പം ഒറിജിനൽ ആവില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, അതുകൊണ്ട് വാങ്ങണ്ട, നിങ്ങൾ കൗണ്ടറിൽ തന്നെ വാങ്ങിക്കോളൂ എന്ന് പറയണം. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഒന്ന് ശ്രദ്ധിക്കണം, അതായത് ഞാൻ വളരെ ടിപ്പ് ടോപ്പായി ഡ്രസ്സ് ധരിച്ച് വളരെ എക്സിക്യൂട്ടീവ് ഒരു ലുക്കിലാണ് ഞാനുള്ളത്. കയ്യിൽ ബാഗൊക്കെ പിടിച്ചിട്ട് എന്നെ കണ്ട അങ്ങനെ സംശയം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് പല കള്ളന്മാരും പല വേഷത്തിൽ വരും എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അത്രയും സിൻസിയറായിട്ട് തൊട്ട് മുമ്പ് ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഇറങ്ങിപ്പോയ എന്നെ അവർ സംശയിക്കുകയാണ്, എൻ്റെ കയ്യിലത് ഒറിജിനൽ ടിക്കറ്റ് തന്നെ ആയിരിക്കുമോ, അതോ ഞാൻ വല്ല വ്യാജനുമാണോ എന്നൊക്കെയാണ് അവർ സംശയിക്കുന്നത്. അതിനുശേഷം ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ക്യൂവിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ വന്ന് നിന്നു. അപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. ആ സമയത്ത് ഞാൻ അവനോട് പോയി ചോദിച്ചു, മോനെ നീ എവിടേക്ക് പോകുന്നു ചോദിച്ചു. ഞാൻ കോഴിക്കോട്ടേക്കാന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ടോ, എനിക്ക് 30 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു, ആ പയ്യൻ പേഴ്സിന്ന് ക്യാഷ് എടുത്ത് എനിക്ക് തരുന്ന സമയത്ത് അപ്പോൾ വീണ്ടും അവനോട് വേറൊരാൾ പറയാണ്, അത് വാങ്ങണ്ട കേട്ടോ, ചിലപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് തട്ടിപ്പായിരിക്കും എന്ന് പറയാണ്. അപ്പം തന്നെ ഈ പയ്യൻ പറയാം, പിന്നെ 30 രൂപയുടെ ടിക്കറ്റില്ലേ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എനിക്ക് ക്യാഷ് തന്നു. ആ ടിക്കറ്റ് വാങ്ങിയിട്ട് അവൻ പോയി ട്രെയിനിൽ കയറുകയും ചെയ്തു. അപ്പം ഞാൻ കുറച്ച് നേരം തെരച്ചു നിന്നു. ദൈവമേ, എന്താ ഇപ്പോൾ ഇത്, നമ്മുടെ ജനങ്ങളുടെ സൈക്കോളജി എന്താ ഇങ്ങനെ? എന്നെ കണ്ട അങ്ങനെ ഒരു കള്ളനായിട്ടോ തട്ടിപ്പുകാരനായിട്ടോ ഒക്കെ തോന്നും. പിന്നെ എന്താണ് ഇവർ എന്നെ ഇങ്ങനെ ഇത്രമാത്രം സംശയിക്കാൻ മാത്രം കാരണം? അത് കേവലം ഒരു 30 രൂപയുടെ ടിക്കറ്റിൽ നിന്ന്. അങ്ങനെ ഞാൻ ആ സംഭവം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പക്ഷേ ഇവിടെ നിങ്ങൾ സംഭവം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജനങ്ങളുടെ ഒരു സൈക്കോളജി ഇങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആളുകളെ സംശയിക്കും, എന്നാൽ വലിയ വലിയ ചതിക്കുഴികളിൽ ചെന്ന് വീഴുകയും ചെയ്യും, അല്ലേ? ഇപ്പോൾ ഈ 30 രൂപയുടെ കാര്യത്തിൽ, കേവലം 30 രൂപയുടെ ഒരു ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്നെ സംശയിച്ച അതേ ആളുകൾ തന്നെയാണ് 30 ലക്ഷവും 30 കോടിയൊക്കെ ഓരോരോ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കൊണ്ടുപോയിട്ടിട്ട് പറ്റിക്കപ്പെട്ട് പാപ്പരായിട്ട് റോട്ടിൽ നടക്കുന്ന ആളുകൾ. അവർ സംശയിക്കേണ്ട ആളുകളെ സംശയിക്കില്ല, എന്നാൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ആളുകളെ അവർ ചെന്ന് വിശ്വസിച്ച്
അതിൽ ചെന്ന് പെടുകയും ചെയ്യും. പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ആളുകളെ നേരെ സംശയദൃഷ്ടിയോടെ നോക്കുകയും ചെയ്യും. നമ്മുടെ മലയാളികളുടെ മൊത്തത്തിലൊരു സൈക്കോളജിയാണിത്. അവർ എല്ലാ ചതിക്കുഴികളും ചെന്ന് പെടും. പറ്റിച്ച് മുങ്ങാൻ നടക്കുന്നവൻ ആരാണോ അവൻ്റെ പുറകെ അവർ പോകും. അതേസമയം ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന ആൾക്കാരെ അവർ സംശയിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യും. ഇതെല്ലാവരുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നമുക്കൊരു ഷെയർ മാർക്കറ്റോ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നിക്ഷേപിക്കുക, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംശയമാണ്. അതൊക്കെ തട്ടിപ്പാണ്. അതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ പോകുമെന്നൊക്കെയാണ് നമ്മൾ സ്വയം പറയാറുള്ളത്, മറ്റുള്ളവരോടും പറയാറുള്ളത്. നമുക്ക് ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലൂടെയൊക്കെ ഒരുപാട് പേരുകൾ രക്ഷപ്പെട്ടിട്ടും മ്യൂച്വൽ ഫണ്ടിലൂടെ ഒരുപാട് പേര് കോടീശ്വരന്മാരായിട്ടും നമുക്ക് ഈ രണ്ട് കാര്യങ്ങളുടെ മേലെ ഇപ്പോഴും സംശയമാണ്. അതേസമയം ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയുകയാണ് ഒരു ആടുണ്ട്, തേക്കുണ്ട്, മാഞ്ചിയുണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു MLM സിസ്റ്റം ഉണ്ട്, എല്ലാ പഞ്ചായത്തിലും ഒരു കോടീശ്വരൻ ഉണ്ടാക്കുന്ന ഒരു പുതിയ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. 3600 കോടി രൂപയാണ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഈ അടുത്തിടെ നമ്മുടെ മലയാളികളെ പറ്റിച്ച പൈസ. പക്ഷേ ഇതിലൊന്നും നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും നമുക്ക് ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു ഔചിത്യബോധവുമില്ല. നമ്മൾ കള്ളന്മാരെ വിശ്വസിക്കുകയും അവരുടെ ചതിക്കുഴി ചെന്ന് വീഴുകയും ചെയ്യും. ദിവസവും പുതിയ പുതിയ സ്കാമുകളാണ് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനിലായിട്ടും പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാർത്തകളാണ് വരുന്നത്. ഇന്നും ഒരാൾ നമ്മളെ ഫോൺ ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്കൊരു പ്രത്യേക സർപ്രൈസ് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്, ഓൺ ടൈം പാസ്വേഡ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സമ്മാനം കിട്ടും, ഇത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് OTP പറഞ്ഞു കൊടുക്കാൻ നമ്മളിപ്പോഴും റെഡിയാണ്. എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും ശരി. അല്ല, ഒരു ഇമെയിൽ വരികയാണ് നിങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളേഴ്സ് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 50,000 രൂപ അയക്കുമെന്ന് പറഞ്ഞാൽ ആ പൈസ കണ്ണും പൂട്ടി അയക്കാൻ നമ്മൾ മലയാളികൾ ഇപ്പോഴും റെഡിയാണ്. നമ്മൾ വിദ്യാസമ്പന്നരാണ്, ഒരുപാട് കാര്യങ്ങൾ നല്ല നോളജുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരി, നമ്മൾ പറ്റിക്കപ്പെടും. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാക്ഷരത കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയാറുണ്ട്. എന്നാൽ താരതമ്യേന സാക്ഷരതാ നിരക്കിൽ ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് UP. ഇവിടെ ഒരു വൈരുദ്ധ്യാത്മകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന മലയാളികളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് സാക്ഷരതയിൽ വളരെ പുറകിൽ നിൽക്കുന്ന UPക്കാരാണ്. ഉത്തർപ്രദേശിലേക്ക് മറ്റു ജാന്താര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജീവിക്കുന്ന അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത കൊച്ചു പയ്യന്മാരാണ് ഇതുപോലുള്ള ട്രിക്കി ആയിട്ടുള്ള പല മാർഗ്ഗങ്ങളിലൂടെ നമ്മൾ മലയാളികളൊക്കെ പറ്റിച്ച് നമ്മുടെ പൈസ കറന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല, വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ മടയന്മാരാണ് ഇപ്പോഴും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗം, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗം അത് ബാങ്കിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടിയൊക്കെ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കത് ഷെയർ മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് കമ്പനികൾ ചെറിയ എമൗണ്ടിൽ തുടങ്ങിയപ്പോൾ പല കമ്പനികളും ഷെയറിൻ്റെ മൂല്യം ഇന്ന് 10 മടങ്ങ് വർദ്ധിച്ച് നല്ല പൊസിഷനിലെത്തിയിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലൂടെ ഇപ്പോൾ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു മാർഗ്ഗമായിട്ട് സ്വീകരിക്കാം. മ്യൂച്വൽ ഫണ്ട്സുകളിൽ നമുക്ക് പൈസ നിക്ഷേപിക്കാം. അതുപോലെ ഒരുപാട് നല്ല സേഫായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അല്ലെങ്കിൽ നല്ല വിജയസാധ്യതയുള്ള ഏതെങ്കിലും കമ്പനികളിൽ, സ്റ്റാർട്ടപ്പുകളിൽ നമുക്കതിൻ്റെ പണമായിട്ട്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നിക്ഷേപിക്കാം. പക്ഷേ ഇതൊന്നും നമ്മൾ തയ്യാറാകുന്നില്ല എന്നാണ് സത്യം. നല്ല മാർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ സഹായം തേടുക. അവർ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അയാളെപ്പോലെ ആവണം, ഇയാളെപ്പോലെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി ഏതെങ്കിലും ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി ഇട്ട് കളയരുത്, നശിപ്പിക്കരുത്. നമ്മളെ പറ്റിക്കാൻ ഇന്ന് പല ചതിക്കുഴികളും ചുറ്റുപാടുമുണ്ട്. പക്ഷേ നമ്മളതിലൊന്നും വീഴരുത്. നിങ്ങൾ ഔചിത്യബോധത്തോടു കൂടി ചിന്തിക്കുക. സംശയിക്കേണ്ടവരെ മാത്രം സംശയിക്കുക, അല്ലാത്ത പാവങ്ങളെ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. അതുപോലെ നിങ്ങൾ നോക്കിയും കണ്ടും മാത്രം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ജയ് ഹിന്ദ്. താങ്ക് യു.